തദ്ദേശ സ്വയംഭരണ സംവിധാനം ആധുനികവൽക്കരണ പാതയിലെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ കെ-സ്മാർട്ട് പ്രാവർത്തികമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ആധുനിക ബസ് ടെർമിനലിന്റെയും സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നഗരസഭയിൽ നിന്ന് ഒരു സേവനം കിട്ടണമെങ്കിൽ ഓൺലൈനിൽ ആ സേവനം നേടാം. കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഈ കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഈ സേവനം നേടാം. ഓൺലൈനായി തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു ഡൗൺലോഡ് ചെയ്തെടുക്കാം. നഗരസഭയിൽ പോകേണ്ട കാര്യമേ ഇല്ല. ആ ഞെരുക്കമൊക്കെ ഉണ്ടായിട്ടും ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചില്ല, വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാങ്കേതിക വിദ്യയെ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കും വിധമുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുക വെട്ടിക്കുറയ്ക്കാതെ വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. N.K. അക്ബർ MLA അധ്യക്ഷനായി. മുൻ MLA P.T. കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 18.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 4777 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ആധുനിക രീതിയിൽ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത്. ഷോപ്പ് റൂമുകൾ, വെയിറ്റിംഗ് ഏരിയ, AC വെയിറ്റിംഗ് ഏരിയ, ബസ് പാർക്കിംഗ് ഏരിയ, ബസ് ഐഡിയൽ പാർക്കിംഗ്, ഓഫീസ് റൂമുകൾ, മൾട്ടിപർപ്പസ് ഹാളുകൾ, ലിഫ്റ്റുകൾ, എക്സിലേറ്ററുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ടെർമിനൽ നിർമ്മിക്കുക. ഇതിനോട് ചേർന്നാണ് 2977 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 3 നിലകളിലായി 8.08 കോടി രൂപ ചെലവിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നത്. ഷോപ്പ് റൂമുകളും ഷോപ്പിംഗ് മാളും ഫുഡ് കോർട്ടും ഈ കോംപ്ലക്സിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 2 വർഷമാണ് നിർമ്മാണ കാലാവധി.